ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കലുഷിതമായൊരു സമയമാണ്, രാഷ്ട്രീയമായും സാമൂഹികമായും. സിനിമയിൽ ചിലപ്പോൾ ചില പൊളിറ്റിക്സ് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്താണോ മുരളിച്ചേട്ടൻ പേപ്പറിൽ എഴുതിയത് അത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇന്ദ്രജിത്ത് എന്തുകൊണ്ടില്ല എന്നുള്ളത് എന്റെ കമ്പനി ആക്ടർ എന്ന് പറയുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയും അബ്രാം ഖുറേഷിയും. സ്റ്റിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ തട്ട് കുറച്ച് താണു തന്നെ ഇരിക്കും, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നാച്ചുറലി ഒരു നേറ്റിവിറ്റി ഉള്ളൊരു ക്യാരക്ടർ. മറ്റു സിനിമകൾക്കുള്ളതിനേക്കാളും മറ്റു രീതിയിലൊക്കെ ചർച്ചയാവുകയും ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു സിനിമയാണ് ഇവിടെ. അപ്പം അത് ആസ് എ റൈറ്റർ ഏതെങ്കിലും രീതിക്ക് അത് താങ്കളെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, ചെയ്യാൻ കഴിഞ്ഞ സമയത്ത് അതിൽ കുറച്ച് സ്പിരിച്വാലിറ്റിയും കുറച്ചൊരു എന്താ പറയുക, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റഫ് അതിലുണ്ടായിരുന്നു. അത് കുറച്ചൊരു എക്സ്പെരിമെന്റൽ ഫിലിം. വലിയൊരു ആഗ്രഹമായിരുന്നു മലയാളത്തിൽ ഒരു വലിയ പടം കറക്റ്റായിട്ട് സ്റ്റേറ്റ് ഫിലിം ചെയ്യണം. ഞാൻ കടവുള്ളിൽ ഞാൻ ആദ്യമായിട്ട് ആര്യ കാണുന്നു, എനിക്ക് ആ ആള് തന്നെ ഇത് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഐ തിങ്ക് പൃഥ്വി എവരിബഡി ലൈക്ക് ദേ വാണ്ട് ടു ട്രൈ സംതിങ് ഡിഫറെന്റ്. സോ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. വി ഹാഡ് എ ടോക്ക് ഓൾസോ, മേ ബി ചെറിയൊരു ക്യാരക്ടറെല്ലാം മാറ്റിയിട്ട് നമുക്ക് റീ റിലീസ് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു മറ്റേ ബേക്കൽ ഫോർട്ട് പടത്തിൽ വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. മറ്റേ സോ അങ്ങനത്തെ ആൾക്കാരാണ് എന്റെ നാടാന്ന് പറയുന്നത്. ഇഫ് യു ഡു എ ക്യാരക്ടർ വെൽ ഇൻ എ മോഹൻലാൽ ഫിലിം, അപ്പൊ അത് ലാലേട്ടന്റെ ഒരു ഫിനോമിനും കൂടെ ഉണ്ട് ഇതിനകത്ത് വിക്ടറിയിലൊക്കെ. ദൃശ്യം 3 കാണുന്ന പറഞ്ഞാൽ ഓൾമോസ്റ്റ് കേരളത്തിലുള്ള എല്ലാവരും ആ ഫ്രാഞ്ചൈസിന്റെ ഫാൻസാണ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലാസ്റ്റ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് ഒരു പോർച്ചുഗൽ ജയിക്കണമെന്നുള്ള ഗുഡ് ടീം ഓൾസോ. ഞാൻ അർജന്റീന ഫാനാണ് പണ്ടേ. 1986 ആദ്യത്തെ ടെലികാസ്റ്റ് കണ്ടത്. പാട്ട് പാടുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇതിലെ വരി പാടാൻ ഇപ്പൊ പറഞ്ഞ ഓക്കെ. ഹായ്, അനന്തൻകാട് സിനിമയുടെ ടീമാണ് റിപ്പോർട്ടർ ഫിലിംസിനൊപ്പം ചേരുന്നത്. സംവിധായകൻ GN കൃഷ്ണകുമാർ ഉണ്ട്, നായകനായി എത്തുന്ന ആര്യയുണ്ട്, റൈറ്റർ മുരളി ഗോപിയുണ്ട്. സ്വാഗതം. ഈ അനന്തൻകാടിൻ്റെ ഒരു പോസ്റ്റർ വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ഉടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചറിയപ്പെടുന്ന വലിയ ആക്ടേഴ്സാണ് ഓരോ ക്യാരക്ടറും ചെയ്തിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത് ഇത്രയും ആൾക്കാരുള്ള ഒരു സിനിമ വരുന്നു. ഇപ്പോൾ സമീപകാലത്തായിട്ട് ക്യാരക്ടേഴ്സ് വളരെ കുറഞ്ഞ ഒറ്റ സ്ഥലത്ത് നടക്കുന്ന അങ്ങനത്തെയൊക്കെ കുറേ സിനിമകൾ വരുന്ന ഒരു സമയമാണ്. അപ്പം റൈറ്ററോടും ഡയറക്ടറോടും ചോദിക്കാനുള്ളത്, ഇതിൽ ഈ ഇത്രയും കഥാപാത്രങ്ങൾ എങ്ങനെ എഴുതി, അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ ഇത്രയും മനുഷ്യരെ എങ്ങനെ നിങ്ങൾ ആക്ടേഴ്സ് നിങ്ങൾ കാസ്റ്റ് ചെയ്തത്? ഭയങ്കര ഒരു പ്രോസസ്സായിരുന്നു ഇതിൻ്റെ കാസ്റ്റിംഗ് ആൻഡ് റൈറ്റിംഗ് ദീസ് മെനി ക്യാരക്ടേഴ്സ് എന്നുള്ളത്. ഇതൊരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. അതായത് ഒരു 1980s അവസാനത്തിലും 1990s തുടക്കത്തിലും ഉള്ളൊരു ആ സമയത്തുള്ളൊരു ഒരു ഒരു മിലിവാണ്. അപ്പം നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കലുഷിതമായൊരു സമയമാണ്, രാഷ്ട്രീയമായും സാമൂഹികമായും എന്താ പറയുന്നത് സാമ്പത്തികമായും ഒക്കെ വലിയ ഒരു ക്രോസ് റോഡ്സിൽ നിന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഭയങ്കരമായ ഒരു എന്താ പറയേണ്ട ഒരു അൺറെസ്റ്റ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് കണ്ട, അന്ന് ഞാൻ പാടുകയൊക്കെ ചെയ്യുന്ന കോളേജ് ട്രൂപ്പിലും ഒക്കെ പാടുന്ന സമയത്ത് ആ കാലത്ത് കണ്ട, ഇപ്പോൾ തിരുവനന്തപുരത്തെ ചേരി പ്രദേശങ്ങളിലും ഒക്കെ വെച്ച് കണ്ട ഒരുപാട് മുഖങ്ങളുടെയും അവരുടെ പറയപ്പെട്ടതും പറയപ്പെടാത്തതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ളൊരു ടെയിലാണത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മുഖങ്ങൾ ഇതിനകത്തുണ്ട്. അതൊക്കെ കാലഘട്ടത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ്. അങ്ങനെയാണ് ഇത്രയും വിപുലമായൊരു ഒരു ടെറൈനും സ്കോപ്പും ഉള്ളൊരു സിനിമയാണ്. അപ്പം ഇതിലേക്ക് ആളുകളെ ഇപ്പം റൈറ്റർ എഴുതി വെച്ചു, ഇപ്പം സംവിധായകൻ്റെ കൂടി ഉത്തരവാദിത്തമാണല്ലോ ഇത്രയും ആൾക്കാർ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയുടെ? ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് സൂട്ടബിളായ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന്, ആർട്ടിസ്റ്റുകൾ ആരാണെന്ന് ഡിസൈഡ് ചെയ്യായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 95% ഇതിനകത്ത് നമുക്ക് ആ ക്യാരക്ടറിന് സൂട്ടബിളായ ആളുകളെയാണ് ഇടാൻ പറ്റിയത്. അപ്പം ഇപ്പോൾ സുനിൽ സാർ വന്നതും ഇതൊരു കേരള കേഡറിലുള്ള ഒരു IPS ഓഫീസറാണ്, ഒരു തെലുങ്കനാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അവിടുന്നുള്ള തെലുങ്കിലുള്ള ഒരാളെ തന്നെയാണ് അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തത്. പിന്നെ ഒരു കാന്താരയിലെ വില്ലൻ അഭിനയിക്കുന്നുണ്ട്. ഇതൊരു മലയാളം സിനിമയാണെങ്കിലും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും സംസാരിക്കുന്ന അവരുടെ മദർ ടങ്ങിലാണ്. അപ്പോൾ അവരിതിലൊരു കാർപ്പറ്റ് ഒരു ലാംഗ്വേജ് ഉണ്ട് ഇതിനകത്ത്. ഈ സിനിമയിലും അങ്ങനെയാണ്. അതായത് ഇവരെ കൊണ്ട് മലയാളം പറയിപ്പിക്കാൻ വേണ്ടി മലയാളം പറയിപ്പിക്കുന്ന അങ്ങനെയല്ല. ആ കഥാപാത്രങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുന്ന ആ കഥാപാത്രങ്ങൾ അതേ ഭാഷയിൽ തന്നെയാണ്. ഇപ്പം ഈ ആര്യസാറിൻ്റെ വെട്രി എന്ന് പറയുന്ന കഥാപാത്രം തമിഴ് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സിനിമയിൽ ത്രൂ ഔട്ട്
ആ ക്യാരക്ടർ തമിഴിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ ഇപ്പോൾ കാന്താരയുടെ വില്ലൻ അച്യുത് കുമാർ ഉണ്ട്, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തന്നെ കാസ്റ്റ് ചെയ്തിട്ടുള്ള, അതിനുവേണ്ടി അങ്ങനെയാണ് ഇങ്ങനെ പുറത്തുനിന്നുള്ള ആളുകളും ആർട്ടിസ്റ്റുകളൊക്കെ ഇതിലേക്ക് എത്തുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലോ മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വെട്രി എന്നുള്ള കഥാപാത്രമായിട്ട് വരുമ്പം ഇപ്പം ആരെയും നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം മലയാളവും തമിഴൊക്കെ കലർന്നിട്ടാണ്. അപ്പോൾ കാസർഗോഡിൽ ഉള്ളൊരു വേരുകളുണ്ട്, അവിടെ നിന്ന് ചെന്നൈയിലാണ് വരുന്നത്. അപ്പം ഇങ്ങനെ വെട്രി എന്നുള്ള ക്യാരക്ടറായിട്ട് എത്തിയപ്പം ഇതിൻ്റെ ഈ മലയാളം തമിഴ് കണക്ഷൻ, ഈ കഥാപാത്രം നമ്മൾ സെലക്ട് ചെയ്യാനൊരു റീസൺ ആയിരുന്നോ ഇത് ചെയ്യാമെന്ന് തോന്നാൻ? ആക്ച്വലി ഇപ്പോൾ മലയാളത്തിൽ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ സ്മോൾ ക്യാരക്ടേഴ്സ്. ചെറിയൊരു ഇപ്പോൾ ഗ്രേറ്റ് ഫാദറിലായാലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ഒരു അതുണ്ട്. പിന്നെ ഉറുമി, അങ്ങനെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. സോ ഓൾവേസ് വാണ്ടഡ് ടു ഡു എ പ്രോപ്പർ മലയാളം ഫിലിം. സോ ഈ സ്ക്രിപ്റ്റ് മുരളി ഗോപി സാർ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ ഒരു ഐഡിയ, ഇപ്പോൾ ഒരു തമിഴ് ക്യാരക്ടർ ഇങ്ങനെ ട്രിവാൻഡ്രം വന്നിട്ട് വാട്ട് ഹാപ്പൻസ് അവരുടെ ലൈഫിൽ വന്നിട്ട് ഞാൻ എൻ്റർ ആകുന്നു. സോ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ് ഇസ് ദ സ്റ്റോറി. സോ ഒരു ഫുൾ ഫ്ലെജ്ഡ് മലയാളം പടം ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു അക്സെപ്റ്റൻസ് വേണമല്ലോ. സോ ആൻഡ് യു നീഡ് എ റൈറ്റ് സ്ക്രിപ്റ്റ്, റൈറ്റ് പ്രൊഡക്ഷൻ, എവ്രിതിങ്. സോ ഈ പടത്തിൽ ഒരു നാച്ചുറൽ ഫിറ്റ് മാതിരി എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ തമിഴ് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ, ഇപ്പൊ അധികം ആള് എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു തമിഴ് ഹീറോ ഒന്നുമില്ല. മലയാളി ആയാലും ഒരു തമിഴ് ഹീറോയിൽ ഒരു ടാഗ് ഉണ്ട്. So I thought and it went well with this film. So ഇവിടെ വന്നിട്ട് ഫോഴ്സ്ഫുള്ളി ഞാൻ മലയാളം സംസാരിക്കണം എന്ന് ആവശ്യമില്ല. ക്യാരക്ടർ, സോ പീപ്പിൾ റിലേറ്റ് ടു വെരി ഈസിലി. ഈസ് എ തമിഴ് ഗൈ. സോ ഐ തോട്ട് ദിസ് ഇസ് ദ റൈറ്റ് ലോഞ്ച്, ലൈക്ക് എ പ്രോപ്പർ മലയാളം ഫിലിമിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് ലോഞ്ച് ആയിട്ട് ഞാൻ കണ്ടത്. സോ ആൻഡ് ദ സ്റ്റോറി ഈസ് ഹ്യൂജ്. ആൻഡ് ഓൾ ദ ക്യാരക്ടേഴ്സ്, നോക്കിയാൽ all the characters are like Malayalam actors, most of it. So ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ പോസ്റ്റർ കണ്ടപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ ഇത് തമിഴ് പടാന്നുള്ള ഒരു ഡൗട്ട്. പക്ഷെ ബാക്കിയുള്ള പോസ്റ്റേഴ്സിൽ എല്ലാം മലയാളം ആക്ടേഴ്സാണ്. എന്നാലും ഞാൻ ഉണ്ടാകുമ്പോൾ ഒരു മലയാളം ഇത് തമിഴ് പടാന്ന് ചോദിക്കും. ഇതേ പോസ്റ്റർ തമിഴ് മാറ്റിയാലും അവര് ചോദിക്കുന്നത് ഇത് മലയാളം പടമാണ്. സോ ദിസ് കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ ഇസ് there. ബട്ട് ദിസ് ഇസ് പ്രോപ്പർ മലയാളം ഫിലിം. അത് സാറ് പറഞ്ഞ പോലെ വെറുതെ നമ്മ വന്ന് ആർട്ടിസ്റ്റിനെ മറ്റുള്ള ലാംഗ്വേജിന് ഇറ്റ്സ് നോട്ട് ലൈക്ക് പേർപ്പസ്ഫുള്ളി വി കെപ്റ്റ് ഇറ്റ്, ഇറ്റ്സ് റിക്വയർഡ് ഫോർ ദ ഫിലിം. സോ ഈവൻ ഇൻ തമിഴ്നാട് റിലീസ് സെയിം ഫിലിം ഇസ് റിലീസിങ് ഇൻ തമിഴ് ഓൾസോ. ബട്ട് നമ്മ 2 വെർഷൻ റിലീസ് ആകും. ദിസ് ഫിലിം വേർ മലയാളം ആൻഡ് തമിഴ്, അതർ വൺ ഇസ് തമിഴ് dubbed. Okay. So this as a film, it's a proper Malayalam film, and I'm very happy after a long time. വലിയൊരു ആഗ്രഹമായിരുന്നു മലയാളത്തിൽ ഒരു വലിയ പടം കറക്റ്റ് ആയിട്ട് സ്ട്രേറ്റ് ഫിലിം ചെയ്യണമെന്ന്. സോ ഐ ആം വെരി ഹാപ്പി. ഇപ്പോൾ അനന്തൻകാട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ ഒരു പേരായിരുന്നു. അപ്പം പൊതുവെ താങ്കളുടെ പടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മിത്തോളജിക്കൽ കണക്ഷൻസോ അല്ലെങ്കിൽ അതിന്റെ വേറൊരു രീതിക്കുള്ള പ്രസന്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് അനന്തൻകാട് എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയല്ല, തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു പേര് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സുകളിലൊക്കെ നമ്മൾ എത്രത്തോളം ഡെവലപ്ഡ് ആണെന്നും അർബനൈസ്ഡ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊക്കെ ഒരു കാടുണ്ട്. എല്ലാ നഗരങ്ങളും പണ്ട് കാടായിരുന്നു, വനപ്രദേശമായിരുന്നു. അപ്പൊ അവിടെയുള്ള വന്യജീവികളും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ്. നമ്മുടെ അകത്ത് എത്രത്തോളം വന്യതയുണ്ട് എന്നുള്ളതിൻ്റെ എക്സ്പ്ലോറേഷനാണ്. ഇപ്പോൾ 2026 എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പറയുന്ന കാലഘട്ടം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണല്ലോ മൊബൈൽ ഫോൺസ് ഒക്കെ വന്ന് മൊത്തം ഡ്രാമയെ മാറ്റിയത്. 2026 നമ്മൾ തിരിച്ചാലോചിക്കുമ്പോൾ ഇതും പുരാതനമായ ഒരു കാലഘട്ടമാണെന്ന് തോന്നാം. പക്ഷെ ഇതിലുള്ള ഒരു ഒരു റിഫ്ലക്ഷൻസ് ആൻഡ് വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ പടത്തിന്റെ മറ്റൊരു സെല്ലിംഗ് പോയിന്റ് എന്നോ അല്ലെങ്കിൽ മറ്റെല്ലാവരും വരുന്ന ഒരു ടാഗ് എന്ന് പറഞ്ഞാൽ എമ്പുരാന് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ വരുന്ന സിനിമ എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ടിയാൻ പിടിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് അതിന്റെ പണ്ടത്തെ വായിച്ചു നോക്കുമ്പോൾ അന്ന് വരുന്ന വാർത്തകൾ പറയുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിനൊക്കെ ശേഷം മുരളി ഗോപി എഴുതുന്ന ലെഫ്റ്റിന് ശേഷം മുരളി ഗോപി എഴുതുന്ന തിരക്കഥയിൽ വരുന്ന സിനിമ എന്നുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴും അതൊരു ഭയങ്കര ഒരു മൊമെന്റ് ആണല്ലോ, ഒരു റൈറ്ററുടെ പേരിൽ എപ്പോഴും സിനിമ അറിയപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൂവിന്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളതും കൂടി ഒപ്പം എല്ലാം വരുന്നതിൻ്റെ ഒപ്പം തന്നെ. സോ ലൈക്ക്
അതൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഇത്രയും നാള് ഇങ്ങനെ റെലവെന്റ് ആയിട്ടിരിക്കാൻ, റൈറ്റർ എന്നുള്ള രീതിക്ക് റെലവെന്റ് ആയിരിക്കാൻ മുരളി ഗോപിക്ക് ഇപ്പോഴും കഴിയുന്നു എന്നുള്ളതുണ്ടല്ലോ. അതിലെവിടെയെങ്കിലും എനിക്ക് തോന്നുന്നില്ല താങ്കൾ അതിനകത്ത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രൗഡ് എടുക്കുന്നു. ബട്ട് സ്റ്റിൽ ആ റെലവൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ, അല്ലെങ്കിൽ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവാറുണ്ടോ എല്ലാ കാലത്തും ഇങ്ങനെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ശാഠ്യം ഒരു ക്രിയേറ്ററിനും പിടിക്കാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം റെലവൻ്റ് ആയിരിക്കും അത്രത്തോളം കാലം റെലവൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ റെലവൻസ് പോകുമ്പോൾ നാച്ചുറലി വിൽ ബി ഔട്ട്. പിന്നെ റെലവൻ്റ് ആയിരിക്കണമെന്ന് ഉള്ളത് മാത്രമല്ല, നമ്മളൊരു കഥ, ഞാൻ ഒരിക്കലും എൻ്റെ പേപ്പറിൽ എനിക്ക് പറയാനില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ടച്ച് ചെയ്തിട്ടേ. അപ്പോൾ ഇത്രയും കാലം ചെയ്തതിലും ഇപ്പോൾ 2004 എൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് വന്നതിന് ശേഷം ഇപ്പോൾ 22 ഇയേഴ്സ്. ഇതിനിടയിൽ ഞാൻ 9 തിരക്കഥകൾ എഴുതിയിട്ടുള്ളൂ. ഇതെൻ്റെ 9ാമത്തെ തിരക്കഥയാണ്. അപ്പോൾ ഈ കാലം അത്രയും എനിക്ക് പറയാനുള്ള കഥകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചെയ്യാൻ കഴിഞ്ഞ സമയത്ത് അതിൽ കുറച്ച് സ്പിരിച്വാലിറ്റിയും കുറച്ചൊരു എന്താ പറയുക, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത, ചില ആൾക്കാർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റഫ് അതിലുണ്ടായിരുന്നു. അത് കുറച്ചൊരു എക്സ്പെരിമെന്റൽ ഫിലിമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ കൃഷ്ണകുമാറിനോട് ഞാൻ പറഞ്ഞതാണ്, ഒരു കഥ എൻ്റെ മനസ്സിലുണ്ട്, അത് എൻ്റെ വളരെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് തിരുവനന്തപുരം എന്ന് പറഞ്ഞ കൃഷ്ണകുമാറിനും വളരെ അറിയാവുന്നൊരു ടെറൈനാണ്. കൃഷ്ണകുമാറിനും തമിഴ് നന്നായിട്ട്, തമിഴിലൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു ടെറൈനിൽ ഒരു സാധനം ഞാൻ ചെയ്യാം എന്ന് അന്നേ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു പ്രൊഡക്ഷനും കറക്റ്റായിട്ടൊരു, ഇപ്പോൾ ഞാൻ ഈ കഥ എഴുതുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം പേപ്പർ തുടങ്ങുന്ന മോമെന്റിൽ തന്നെ വെട്രി എന്ന് പറയുന്ന ക്യാരക്ടർ വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം കണ്ട മുഖം എന്ന് പറയുന്നത് ഞാൻ കടവുള്ളിൽ, ഞാൻ ആദ്യമായിട്ട് ആര്യെ കാണുന്നത് ഞാൻ കടവുള്ളിൽ. അപ്പോൾ അതിലൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും അതിൻ്റെ ഐ സ്പോക്ക്, ദ ബോഡി സ്പോക്ക്, ദ ബോഡി ലാംഗ്വേജ് സ്പോക്ക്, എവറിത്തിങ് വാസ് ഇൻ പ്ലേസ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് ആ ആള് തന്നെ ഇത് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ പോയി പറയുകയും മനസ്സിലാവുകയും, പിന്നെ ഇതിൻ്റെ ഒരു വലിപ്പം, ഇതൊരു വലിയ സിനിമയാണ്. അപ്പോൾ അതിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരാൾ വരികയും, മിനി സ്റ്റുഡിയോസിൽ വിനോദ് വരികയും, അപ്പോൾ അങ്ങനെയാണ് ഇത് നടന്നിരിക്കുന്നത്. ഇപ്പം അതിപ്പോൾ ഈ എമ്പുരാന് ശേഷം എന്ന് പറയുമ്പം മറ്റു സിനിമകൾക്കുള്ളതിനേക്കാളും മറ്റൊരു രീതിയിലൊക്കെ ചർച്ചയാവുകയും ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. അപ്പം അത് ആസ് എ റൈറ്റർ ഏതെങ്കിലും രീതിക്ക് അത് താങ്കളെ ബാധിച്ചിട്ടുണ്ടോ? ഈ പിന്നെ ഒരു പേന എടുത്ത് എഴുതുന്ന സമയത്ത് എന്താണ് ആ സിനിമയിൽ നടന്ന കാര്യങ്ങളെന്നോ അതിന്? ഇല്ല, അങ്ങനെ ആലോചിക്കുന്നത് അത് ഒരിക്കലും എഴുതിയല്ല, എഴുത്താണ് പിന്നെ സംസാരിക്കുന്നത്. ഈ പോസ്റ്റ് എമ്പുരാൻ മുരളി ഗോപി അതിന് മുൻപുള്ളത് അങ്ങനെയില്ല. അത് ഓരോ സിനിമയ്ക്കും ഇപ്പോൾ ലെഫ്റ്റ് കഴിഞ്ഞപ്പോൾ അന്നൊരു ഇതുണ്ടായിരുന്നു, ഒപ്പീനിയൻ വാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനും പറ്റും. ഞാനെപ്പോഴും ഒരു സിനിമ എൻ്റെ മാക്സിമം കൊടുക്കുക. എൻ്റെ ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ അനന്തൻകാട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ ഒരുപാട് ആക്ടിങ് ഓഫേഴ്സ് വന്നിട്ട് അതൊന്നും എടുക്കാതെ ഞാനൊരു 1.5-2 വർഷത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ചെലവഴിച്ചത്. ഞാൻ അങ്ങനെ ചെലവഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും സോള് പോറും ചെയ്തിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ സംസാരിച്ചോളും, നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇനിയും കഥകൾ പറയാൻ ഉള്ളിടത്തോളം കാലം, ഇനിയും അത് ചെയ്യാൻ, അത് മനസ്സിലാവുന്ന ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഉള്ളിടത്തോളം കാലം, നമുക്ക് അവസരങ്ങൾ കിട്ടുന്നിടത്തോളം കാലം, പ്രൊഡ്യൂസേഴ്സ് ഉള്ളിടത്തോളം കാലം ചെയ്യാന്നുള്ളത്. ഇപ്പം ഈ നാൻകടവുകളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ, ഇപ്പം നാൻകടവുകളായിക്കോട്ടെ അല്ലെങ്കിൽ സർപ്പട്ട പരമ്പര ആയിക്കോട്ടെ, അങ്ങനത്തെ ഒക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരും കൊടുക്കുന്ന ഒരു വലിയ എഫേർട്ട് ഉണ്ട്. അത് ചിലപ്പോൾ കരിയറിൻ്റെ തുടക്കത്തിൽ ആക്ടേഴ്സ് ലൈക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു പോയിന്റ് ഉള്ളപ്പം അത്ര എഫേർട്ട് കൊടുക്കുന്ന സമയത്തുണ്ട്. ബട്ട് ഇയേഴ്സിന് ശേഷം ആരും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ ഡിമാൻഡ്സ് യു ഗിവ് എവറിത്തിങ്. ഇപ്പോൾ ബോഡി അത് ആവശ്യപ്പെടുന്ന ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കൊടുക്കുന്നത്. സോ ലൈക്ക് ഈ ആ ഒരു ഫയർ എങ്ങനെ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത്? ലൈക്ക് വെൻ യു ആർ ഇൻ എ കംഫർട്ടബിൾ പ്ലേസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാലോ. ആസ് പ്രൊഡ്യൂസറും ആണ് പല സമയത്തും. അപ്പോൾ അതല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ ഇല്ല. ഇപ്പോൾ വന്നിട്ട് ഇറ്റ്സ് ഓൾ ബിക്കം ഫിലിം ടു ഫിലിം. ഇപ്പോൾ വന്നിട്ട് നമ്മൾ മുമ്പത്തെ പോലെ ഒരു ഹിറ്റ് കൊടുത്തിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. സോ ഫിലിം ടു ഫിലിം കഴിഞ്ഞ വാട്ട് ഈസ് യുവർ ലാസ്റ്റ് ഫിലിം? സോ ദാറ്റ് ഈസ് വാട്ട്. ഇപ്പോൾ എല്ലാവരും വന്നിട്ട് everybody seen everything now, the OTT and everything. The expectation is very high, our demand is very high. They want to really experience something in theaters. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. ജസ്റ്റ് ലൈക്ക് എന്തും വി ക്യാൻ സെൽ ഇറ്റ്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല. സോ എവറി ഫിലിം ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ അതാ ഇപ്പോൾ കറക്റ്റായി നോക്കിയെങ്കിൽ ഇപ്പോൾ ആക്ടേഴ്സ് ദേ ഡോണ്ട് ഡു ടു മെനി ഫിലിംസ്. ദേ ടേക്ക് ദെയർ ടൈം. അത് ആ പടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് when they're doing a big film, they take their maybe one film in a year. Otherwise അല്ലെങ്കിൽ 3-4 പടങ്ങൾ ഇയർലി ചെയ്യാൻ പറ്റുമല്ലോ. So they take their time and do it. So I'm a person like that. So every film is important. So ആ പടത്തിന് വേണ്ടിയിട്ടുള്ള
transformation or whatever the director requires. So I give that time. So it's been like that only. So എൻ്റെ കരിയർ ഫുള്ള് അങ്ങനെ ആയിരിക്കും എല്ലാ പടത്തിനും അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഒക്കെ ആംഗിളിൽ വരുന്ന ഒരു സിനിമയായിട്ടാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ജിയാൻ കൃഷ്ണകുമാറാണ്. അപ്പം അത്തരം സിനിമകൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കഥയോട് നമുക്ക് കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആയിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്നതും ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പം എമ്പുരാന് വന്നതും മറ്റേതായിട്ടുള്ള ഇപ്പം മുരളീഗോപി അതിനെങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം സംവിധായകൻ എങ്ങനെയാണ് അതിനെ കാണുക? അപ്പം ഈ സിനിമേനെ ആൾക്കാരെങ്ങനെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുക? ഏതൊക്കെ സ്ഥലത്തുനിന്ന് ഇതിന് പ്രതികരണങ്ങൾ വരും? അത്തരം സാധനങ്ങളെ പറ്റി നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് അത് നടക്കട്ടെ ഞാൻ എനിക്ക് പറയാനുള്ള സിനിമ പറയുന്നതാണോ? ഞാൻ പേഴ്സണലി ഞാൻ അതിനെക്കുറിച്ച് ഡയറക്ടർ എന്നുള്ള എനിക്ക് ആലോചിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും എന്ന് ആലോചിക്കാറുണ്ട്. പക്ഷേ ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ ടിയാൻ ചെയ്യുന്ന സമയത്ത് മുള്ളിച്ചേട്ടൻ ഇങ്ങനൊരു സബ്ജക്റ്റ് പറയും, അത് ചെയ്യാം. നമുക്കറിയായിരുന്നു ആ സിനിമയിൽ ആ ലേയേഴ്സ് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സിനിമ ചെയ്യുന്നത്. അതിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം, ഇതിങ്ങനെ ഉണ്ടാവാം എന്നറിയാം. ഈ സിനിമയിലും അതുപോലെ തന്നെ. ഈ സിനിമയിൽ ചിലപ്പോൾ ചില പൊളിറ്റിക്സ് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൺസേൺ അല്ല. നമുക്ക് പറയേണ്ട കാര്യമാണ് പറയുന്നത്. അത് വളരെ എന്താണോ മുരളിച്ചേട്ടൻ പേപ്പറിൽ എഴുതിയത് അത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് മുരളിച്ചേട്ടനുമായിട്ട് വീണ്ടും അസോസിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഇത്രയും ക്യാരക്ടേഴ്സിനെ കണ്ട സമയത്ത് പിന്നെ തോന്നി ഇന്ദ്രജിത്ത് എന്തുകൊണ്ടില്ല എന്നുള്ളത് തോന്നി. കാരണം നിങ്ങൾ 3 സിനിമയിൽ ഇന്ദ്രജിത്ത് ഉണ്ട്. ഇപ്പം മുരളീഗോപി എഴുതുന്ന ഒരുവിധം കുറേ സിനിമകളിൽ ഇന്ദ്രജിത്ത് ഭയങ്കര നൈസ് ക്യാരക്ടേഴ്സ് ആയിട്ട് വന്ന് നമുക്ക് ഓർമ്മയിലുള്ളത്. ഇപ്പം ലൂസിഫർ ഫ്രാഞ്ചൈസിയിൽ നോക്കുകയാണെങ്കിലും ചെറിയൊരു പോർഷനിലാണല്ലോ അദ്ദേഹം ഉണ്ട്. അപ്പം ഇത്ര ആളുകൾ വന്നിട്ട് പെട്ടെന്ന് എന്താ ഇന്ദ്രജിത്ത് എന്താ എവിടെ പോയി തോന്നി വിചാരിച്ചിരുന്നോ? പ്ലാൻ തിരുവനന്തപുരം കൂടെ ആണല്ലോ. ലൈക്ക് ഇന്ദ്രൻ ഓൾ ടൈം ഫേവറേറ്റ് ആക്ടേഴ്സിൽ ഒരാളാണ്. എന്റെ കമ്പനി ആക്ടർ എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഏത് ഇത് എഴുതുമ്പോഴും ഇന്ദ്രനെ മനസ്സിൽ വരാറുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേക, ഇതിന്റെ ഒരു കാസ്റ്റില് അങ്ങനെ കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ആദ്യത്തെ. അതെ, അത് തന്നെയാണ്. ഇപ്പം എൻ്റെ എല്ലാ സിനിമയിലും ഉണ്ട്, എപ്പോഴും സംസാരിക്കുന്ന ആളാണ്. ഈ സിനിമയിലും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആളുമാണ്. പക്ഷേ ഈ സിനിമയിൽ ഇന്ദ്രനെ കൊണ്ടുവരുമ്പോൾ ഇന്ദ്രനും പറ്റിയതായിരിക്കണം. അപ്പൊ അങ്ങനെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ട്. ടിയാനായാലും ലെഫ്റ്റ് ആയാലും ഈ അടുത്ത കാലത്തായാലും അത് ഇന്ദ്രന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഈവൻ ഗോവർദ്ധൻ കുറച്ചേ ഉള്ളെങ്കിൽ പോലും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള റൈറ്ററിന്റെ പ്രസൻസ് ആണ് ശരിക്കും ഗോവർദ്ധൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ അതുപോലെ ഇഫ് ഐ ഹാഡ് എ ക്യാരക്ടർ ദാറ്റ് കുഡ് പേ ട്രിബ്യൂട്ട്സ് ടു ഹിസ് ടാലന്റ് ഇതിൽ വരുമായിരുന്നു. ഞാൻ തിരുവനന്തപുരം കൂടി ആയതുകൊണ്ടാണ് പിന്നെ ആലോചിച്ചത്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബാരൽ എനിക്ക് ആര്യയുടെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ഞാൻ കടവുകളിൽ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടുണ്ട്. സർപ്പാട്ട പരമ്പര ഭയങ്കര ഇഷ്ടമുള്ള പാടാണ്. പക്ഷെ ഡബിൾ ബാരൽ ആ സിനിമ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ക്യാരക്ടറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനകത്തുള്ള ആ ഡയലോഗൊക്കെ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ പറയുന്നത് കാക്കത്തൊള്ളായിരം എന്നൊക്കെ പറയുന്നത്. ആ സിനിമേൻ്റെ ഒരു മെമ്മറി ലൈക്ക് ഇപ്പോഴും വെരി യുണീക്ക്. ബിക്കോസ് ആ പടം എടുക്കുമ്പോൾ യു ന്യൂ ദാറ്റ് ഒരു ഭയങ്കര ഒരു എക്സ്പെരിമെന്റൽ മേ ബി വേ ടു ഫാർ അഹെഡ് അങ്ങനത്തെ ഇപ്പൊ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് പൃഥ്വി എവരിബഡി ലൈക്ക് they want to try something different. So എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. ആൻഡ് whatever is required for that film, അതിന്റെ പ്രൊഡക്ഷൻ വാല്യൂ ആയിരിക്കും എല്ലാം ആ സ്റ്റൈലിഷ് ആയിട്ട്. ലിജോ he wanted everything like that. So very happily we shot, but പടം റിലീസ് ആകുമ്പോൾ the connection with the audience was way too ahead. So അതായിരുന്നു ഒരു പ്രശ്നം. But we really enjoyed the process. അപ്പോൾ ഇപ്പൊ ആ സിനിമ ഇപ്പൊ ഒരുപാട് പേർക്ക് ഇഷ്ടമാണല്ലോ. ഇപ്പൊ ആ സിനിമ ഇപ്പോഴും നടുവില് ഐ തിങ്ക് we had a talk also, maybe ചെറിയൊരു ക്യാരക്ടറെല്ലാം മാറ്റിയിട്ട് നമുക്ക് റിലീസ് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ചെയ്തിട്ടത്. Then we didn't do it. പിന്നെ ഈ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടും കൂടെ വരുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ സിനിമയുടെ സ്കെയിൽ ഇപ്പം മലയാള സിനിമയുടെ ആണെങ്കിലും ഇപ്പം ഓഗസ്റ്റ് സിനിമാസിന്റെ ഒപ്പം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ്? യെസ്. അപ്പം ഈ 1000 ബേബീസ് ഒക്കെ ആണല്ലോ ഓഗസ്റ്റ് സിനിമാസിന്റെ. അപ്പം ഈ പ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണോ ആയിരിക്കും? ഇഷ്ടമാണെന്ന് വെച്ചാൽ one part of filmmaking, no? So first ഒരു ആക്ടർ ആയിട്ട് ലോഞ്ച് ആയി പിന്നെ as the time goes you want to get involved in different departments of filmmaking. So production is good. So everything will be നമ്മ കൺട്രോളിൽ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ പടങ്ങൾ ചെയ്യുമ്പോൾ maybe something you want to spend extra. ആ കോൺഫിഡൻസ് ആസ് എ പ്രൊഡ്യൂസറായി നമ്മ ഫിലിം ഇൻവോൾവ് ചെയ്യുമ്പോൾ maybe sometimes it's helpful. Yeah.
ഞാൻ ഈ കാസർഗോഡ് കണക്ഷനും കൂടെ ഉള്ളതിൽ ചോദിക്കാം. അപ്പം ഒരു കാലത്ത് മലയാള സിനിമയിൽ തീരെ വരാത്തൊരു പ്രദേശമായിരുന്നല്ലോ കാസർഗോഡും അവിടുത്തെ സംസാര രീതി ഒന്നും. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ സെന്ന ഹെഗ്ഡയുടെ മൂവീസ്, രതീഷ് ബാലകൃഷ്ണ പൊതുവെയുള്ള മൂവീസ്, പിന്നെ അവിടെ തന്നെയുള്ള ആളുകളെ അവർ ഓഡിഷൻ ചെയ്ത് നോട്ട് ലൈക്ക് വേറെ ആക്ടേഴ്സിനെയൊക്കെ കൂടുതൽ അവിടെ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള കാസർഗോഡുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണത്. ഈ ഒരു സമയത്ത് കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന ഒരു ഭൂമി തന്നെ അവിടെ അങ്ങനെ ഉണ്ടല്ലോ. സോ ഇപ്പൊ കാസർഗോഡ് കണക്ഷനുള്ള ആള് എന്നുള്ള സ്ഥിതിക്ക് ഈ മലയാള സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നോ? പിന്നെ ഒരു പേഴ്സണൽ ഇച്ചിരി കൂടെ സന്തോഷം തോന്നുന്നു ഇപ്പൊ നമുക്ക് പരിചയമുള്ള ലാംഗ്വേജും ലൈക്ക് അവിടുത്തെ ആളുകളൊക്കെ സിനിമയിൽ കുറച്ചും കൂടെ പോർട്രേ ചെയ്യപ്പെടുമ്പോ കാസർഗോഡുകാരനായിട്ടുള്ള മറ്റേ ബേക്കൽ ഫോർട്ട് പടത്തിൽ വരുമ്പോ തന്നെ ഭയങ്കര സന്തോഷം. മറ്റേ അങ്ങനത്തെ ആൾക്കാരാണ് എന്റെ നാടാന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾവേസ് കണക്ഷൻ വിത്ത് മലയാളം, കേരള മലയാളം ഫിലിംസ് ഇസ് ഓൾവേസ് ദേർ. അപ്പൊ കാസർഗോഡിനായിരിക്കും ഇങ്ങനത്തെ പടങ്ങളുണ്ട്. അപ്പം ഈ കാസ്റ്റിങ്ങിന്റെ സംഭവം വന്നപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ കാസർഗോഡ് പറഞ്ഞതുപോലെ ആളുകൾ ഇപ്പൊ ഒരുപാട് ഓഡിഷൻ നടത്തിയിട്ടാണ് പുതിയ ആക്ടേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ബാലൻ സിനിമയുടെ ചിദംബരം പറഞ്ഞിരുന്നു ഒരുപാട് പേരിൽ നിന്ന്. അപ്പം നിങ്ങൾ ഇപ്പം അങ്ങനെ ഒരു ഓഡിഷൻ പ്രോസസ് ഒക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു? ഓ, ഈ ആക്ടേഴ്സിനെ കൂടാതെ ഉള്ളവർക്ക്? അതെ, ഇതിനകത്ത് കുറേ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. 1-2 കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുറേ ചെറിയ ക്യാരക്ടേഴ്സും അതെല്ലാം ഇപ്പൊ മുരളീച്ചന്റെ സ്ക്രിപ്റ്റിൽ ഇപ്പോഴും അറിയാമല്ലോ, എല്ലാ ചെറിയ ക്യാരക്ടേഴ്സ് പോലും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. പിന്നെ അതൊരു 2 കുട്ടികളുണ്ട്, അവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊടിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിച്ച ഒരാള് പയ്യൻ, വേറൊരു അങ്ങനെ 2-3 കുട്ടികളുണ്ട്. ലിസ്റ്റിലെ പോലെ ഡബിൾ ലിസ്റ്റ് ബാക്ക്. അപ്പൊ അവരെല്ലാം ഒരുപാട് ദിവസങ്ങളിൽ കാസ്റ്റ് ചെയ്ത് അത് ഏകദേശം ഒരു 10-15 പേരിൽ നിന്ന് ചൂസ് ചെയ്തെടുത്ത ആളുകളാണ്. ഉണ്ടായിരുന്നു, ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടി. പിന്നെ ഇപ്പോൾ ഈ ആക്ഷൻ സീക്വൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പം എമ്പുരാനിലെ കുറേ ഭാഗങ്ങൾ പറയുന്ന സമയത്ത് ചില ആക്ഷൻ സീക്വൻസിനെ പറ്റിയിട്ടൊക്കെ ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ സിനിമയുടെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ വന്നിരുന്നു. അപ്പം ഈ സിനിമ കാണുന്ന സമയത്ത് ഇതിനകത്ത് ആക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്നു. ഇപ്പം ആളുകൾക്കും ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആണ്. കാരണം ഒരുപാട് ആക്ഷൻ മൂവീസ് വരുന്നു, പല രീതിക്കുള്ള ആക്ഷൻ കാണുന്നു, ലാർജ് സ്കെയിലുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നത് പണ്ട് OTT തിയേറ്റർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് PXL കാണണം, ഇത്ര ആക്ഷൻ മൂവീസ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പോയി കാണാം, IMAX വേണ്ടതായി അങ്ങനെ കരുതുന്നുണ്ട്. അപ്പോൾ ഈ അനന്തൻഗാർഡിൻ്റെ ഇപ്പം നിങ്ങൾ കഥ കൺസീവ് ചെയ്യുന്ന സമയത്ത് നിന്ന് ഇപ്പോൾ പ്രൊഡക്റ്റായിട്ട് എത്തിക്കുമ്പോൾ ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ കുറേ കൂടെ റീവർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നോ? ആക്ഷൻ മൂവി എന്ന് മാത്രം പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. ഇല്ലില്ല, ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളതിലൊക്കെ ആക്ഷൻ വിൽ ബി പാർട്ട് ഓഫ് ദ മൂവി. ആക്ഷൻ ഫോർ ദ സേക്ക് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു അല്ല ചെയ്തിരിക്കുന്നത്. ഇതൊരു ഭയങ്കരമായ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു റൈഡാണ്. അപ്പൊ ആക്ഷൻ ബിക്കംസ് നാച്ചുറലി എ പാർട്ട് ഓഫ് ഇറ്റ്. കാരണം ഇമോഷൻ ഇൻവോൾവ് ആണ്, അത് ഹൈറ്റൻഡ് ലെവൽസ് ഇൻവോൾവ് ആണെങ്കിൽ നാച്ചുറലി ആക്ഷൻ വരും. അപ്പൊ അങ്ങനെ ആക്ഷൻ ഉണ്ട് ഇതിന്. അല്ല, ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു ടെക്നിക്കാലിറ്റി ഉണ്ടല്ലോ. ഇപ്പം കഥ കൺസീവ് ചെയ്യുന്ന സമയത്തിനേക്കാൾ മാറിയിട്ട് തിയേറ്ററിലെ ആളുകൾക്ക് ഇപ്പം ആക്ഷൻ സീക്വൻസിന് അവർ വെക്കുന്ന ചില റിക്വയർമെന്റ്സ് ഉണ്ട്, പ്രേക്ഷകർ ഇപ്പൊ വെക്കുന്നത്. അപ്പൊ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഇപ്പൊ ഇന്നത്തെ കാലം സിനിമ ചെയ്യുമ്പോൾ ആക്ഷൻ സീക്വൻസ് വരുമ്പോൾ എല്ലാ ഫൈറ്റുകളും ഒരുപോലെ ഇരിക്കരുത്, അതിനകത്ത് എന്താണ് വ്യത്യസ്തത വരുത്തേണ്ടത്, അങ്ങനെയുള്ള ഉറപ്പായിട്ടും അത് മുന്നിൽ കണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എഴുതുമ്പോഴും ഇത് മുരളീച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫൈറ്റിന് വേണ്ടി എഴുതിയ സീക്വൻസുകളല്ല, ഇതിന്റെ ആക്ഷൻസ് എല്ലാം ഒരു സീൻസിൽ ഇൻവോൾവ് ആയിട്ട് വരുന്ന ഫൈറ്റുകളാണ്. അപ്പോൾ അതിനു വേണ്ടി അത് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെയും ഇപ്പൊ ഈ അടുത്ത് ദൃശ്യത്തിലാണ് വന്നത്. ഇപ്പൊ ഞാൻ ദൃശ്യം പടം ഇറങ്ങിയതിന് ശേഷമുള്ള 1-2 സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പം എല്ലാ സീനിലും ഇപ്പം ജോർജ് കുട്ടി ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തു. ഇപ്പം ജോർജ് കുട്ടീൻ്റെയാണ് ഒരുപാട് ലെവൽ ഓഫ് പല ഷെയ്ഡ് വരുന്നതും വിഷമവും എല്ലാം കൂടി കാണിക്കുന്നത്. പിന്നെ സീനിൽ ഭയങ്കരമായിട്ട് ഡയലോഗ് കൊണ്ട് സ്കോർ ചെയ്ത് മുരളി ഗോപിയുടെ ബാസ്റ്റനാണെന്നാണ് പറയുന്നത്. ആള് ഭയങ്കര സെറ്റ് പോലീസുകാരനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ദൃശ്യത്തിന് വന്ന റെസ്പോൺസസ് ഒക്കെ നോക്കലുണ്ടോ? വളരെ ഓവർവെൽമിംഗ് റെസ്പോൺസ് ആണ്. വളരെയധികം സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് ആ ക്യാരക്ടർ എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. പിന്നെ ഒരു സെക്കൻഡ് പടത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ ഫസ്റ്റിലില്ല, സെക്കൻഡ് പടത്തിൽ വന്നിട്ട് ഓക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു. പക്ഷെ തേർഡില് ഇപ്പം എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെ എഴുതിയിരുന്നു, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിരുന്നോ തേർഡില് ക്യാരക്ടർ? ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും എന്റെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കുന്നല്ലാതെ അതിനൊരു എക്സ്പെക്ടേഷൻസ് ചെയ്യാൻ വാച്ച് പുലർത്താറില്ല. പിന്നെ നാച്ചുറലി ഇതൊരു മോഹൻലാൽ ഫിലിമാണ്, മലയാളത്തിലെ ഏറ്റവും ലവ്ഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറിന്റെ സിനിമ. അപ്പോൾ ദ വിസിബിലിറ്റി വിൽ ബി വെരി ഹൈ ഇഫ് യു ഡു എ ക്യാരക്ടർ വെൽ ഇൻ എ മോഹൻലാൽ ഫിലിം. അപ്പോൾ അത് ലാലേട്ടന്റെ ഒരു ഫിനോമിനും കൂടെ ഉണ്ട് ഇതിനകത്ത്, ഇതിന്റെ വിക്ടറിയിലൊക്കെ.
അപ്പോൾ ദൃശ്യം 3 കാണുന്നത് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കേരളത്തിലുള്ള എല്ലാവരും ആ ഫ്രാഞ്ചൈസിന്റെ ഫാൻസാണ്. അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം പോലെ അവർ കാണുന്ന ഒരു ഫാമിലിയാണ് ജോർജ് കുട്ടി ഫാൻ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ അവരുടെ തന്നെ ഫാമിലിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് കാണുമ്പോൾ ആ സിനിമ വിൽ റീച്ച് എവ്രിവെയർ. അതുകൊണ്ടാണ് അതിലെ ഒരു പെർഫോമൻസിന്റെ അപ്രീസിയേഷൻ കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. അത് അല്ലാതെ അതർ ദാൻ ദാറ്റ് ഞാൻ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരേ ആപ്ലിക്കേഷനാണ് കൊടുക്കാറ്. ഈ ജസ്റ്റ് അത് ഇതിൽ ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ ദൃശ്യത്തിൽ ഭാഷനെ കാണിക്കുന്നത്, മറ്റേ ഒരു പോലീസുകാരോടൊക്കെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മാത്രം എനിക്ക് സംശയം, ഇത് മുരളി ഗോപി എങ്ങാനും പറഞ്ഞതാണോ അല്ലെങ്കിൽ എഴുതിയതാണോ തോന്നി. പോലീസ് സേനയ്ക്കുള്ളിൽ ഇങ്ങനെ ചെയ്തികൾ വരുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രശ്നമാണെന്ന് മറ്റേ നിശബ്ദ അട്ടിമറി പുസ്തകത്തിലൊക്കെ പറയുന്ന ഒരു സംഭവം പോലെ തോന്നി. അതിലെന്തെങ്കിലും മുരളി ഗോപിയുടെ ഉണ്ടോ? ഇല്ല, അതൊക്കെ ഫുൾ നമ്മൾ ഇംപ്രവൈസ് ചെയ്യും, സ്പോട്ടിൽ ഇംപ്രവൈസേഷൻസും സജഷൻസും പറയുന്നത്. അതൊക്കെ റൈറ്റർ ഡയറക്ടർ അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ അനന്തൻ ഗാർഡന് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പണ്ട് ഞാൻ മുന്നത്തെ ഇന്റർവ്യൂവിനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഈ ചാഞ്ഞു നിൽക്കണ പൂത്തമാവിൻ്റെ ആ പാട്ടിൻ്റെ ഭയങ്കര ഫാനാണ്. നമ്മൾ ഒരു ഇടയ്ക്ക് പാടുന്നതാണ്. പക്ഷെ 2010 കുറച്ചും കൂടെ സിനിമകളിലും പാട്ട് പാടിയിട്ടുണ്ടല്ലേ, അല്ല 19 ശേഷം പിന്നെ ഈ വർഷങ്ങളിലായിട്ട്. ഈ പാട്ട് എങ്ങനെയാ, ഭയങ്കര ഇഷ്ടത്തിൽ ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ ഇപ്പൊ രാജേഷ് മുരുകേഷിന്റെ കൂടെയാണ് പിന്നെയും ഇപ്പൊ പ്രേമത്തിലാണെങ്കിലും പിന്നെ പെറ്റ് ഡിറ്റക്ടീവ്സിലൊക്കെ വന്നത്? ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്താണ് രാജേഷ് മാധവൻ ചെയ്തൊരു സിനിമ, മറ്റേ ഇതില് പെണ്ണും പൊറാട്ട, അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ധീരം എന്ന് പറയുന്നത് ഇന്ദ്രജിത്തിന്റെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പാട്ട് പാടുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇതിലെ വരി പാടാൻ ഇപ്പൊ പറഞ്ഞ ഓക്കെ. അപ്പം ഈ പാട്ട് പാടുക എന്നുള്ള ചോയ്സ് ആരും ഇപ്പം എങ്ങനെയാ അത് സെലക്ട് ചെയ്യാ? ഒരുപാട് പേര് വരുമോ? വരാറുണ്ട്. അപ്പൊ എനിക്ക് പറ്റുന്ന പാട്ടല്ലെങ്കിൽ എനിക്കത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഭയങ്കര കനുള്ള പാട്ടുകളാണല്ലേ പൊതുവെ വരുന്നത്. മെലഡീസും വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ പാടാറുണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തീമാറ്റിക് സോങ് ആണ്. ഇപ്പൊ അനന്തൻ ഗാർഡിന്റെ ജിസ്റ്റ് ഉള്ളതാണ് ആ സോങ് എന്ന്. അപ്പൊ അത് എഴുതിയതും ഞാനാണ്. അപ്പൊ അത് ഇതിന്റെ മൊത്തം ഡ്രാമയെ സ്ക്വീസ് ചെയ്തൊരു സോങ്ങിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലൊരു പാട്ട് എന്നുള്ള നിലയിലാണ് അത് ചെയ്തത്. പിന്നെ ആര്യയുടെ ഇപ്പം അനന്തൻ ഗാർഡന്റെ ഒപ്പം തന്നെ മറ്റ് പുതിയ പ്രോജക്ട്സ് ഒക്കെ എങ്ങനെയാണ്? അത് പറഞ്ഞപ്പോൾ സന്താനമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അടക്കം വരുന്ന ഒരു വർക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി നമ്മളെല്ലാവരും ഭയങ്കര അത്ഭുതത്തിൽ നോക്കുന്നത്. ഇപ്പോൾ പരസ്പരം ട്രോൾ ചെയ്യുന്നതാണെങ്കിലും ഒരു മറ്റേ ഈ അടുത്ത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീട് പൊളിയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയും വർഷമായിട്ട് അങ്ങനെ കൊണ്ടും കൊടുത്തും ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണല്ലോ. സന്താനമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി മലയാളികളും ഭയങ്കര രസത്തിൽ നോക്കല്ലേ. നല്ല രസമുള്ള 2 ഫ്രണ്ട്സ് എന്നുള്ളത്. ഇല്ല, അത് വന്ന് ഇപ്പൊ പടത്തിൽ കാണുന്ന ആ ഫ്രണ്ട്ഷിപ്പ് റിയൽ ലൈഫിലും ഉണ്ട്. സോ ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്. യൂഷ്വലി നമ്മ ഓഫ് സ്ക്രീൻ വന്നപ്പോ ഓഫ് സ്ക്രീനിൽ അതേ chemistry might not work, but we have the same bonding, same friendship. So അത് പടത്തിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി ഹൈലൈറ്റ് ആകുന്നു. സോ ഇൻ ഫ്യൂച്ചർ വി ആർ പ്ലാനിങ് എ ഫിലിം. ഭാസ്കര ഭാസ്കരൻ പോലെ ഒരു നല്ലൊരു ഫുൾ ലെങ്ത് കോമഡി ഫിലിം ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ആര്യക്ക് എങ്ങനത്തെ വേഷങ്ങളാണ് ഒരു അല്ലെങ്കിൽ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ? എല്ലാം കംഫർട്ടബിൾ, എവറിഥിങ് ഇസ് കംഫർട്ട്, ബട്ട് ഐ ജനറലി ലൈക്ക് കോമഡി ആൻഡ് റൊമാൻസ്. സോ ഇറ്റ്സ് ഈസിയർ ടു ഡു. ആക്ഷൻ കുറേ തടിയല്ല. ഇറ്റ്സ് ഫൺ. ഇറ്റ്സ് ആക്ഷൻ ഇസ് ഗോട്ട് ഇറ്റ്സ് ഓൺ മൂഡ്, ഇറ്റ്സ് ഓൺ പ്ലസ്. പക്ഷെ ഇപ്പോൾ കോമഡി എസ്പെഷ്യലി നമ്മൾ കോമഡി ചെയ്യുമ്പോൾ അത് കോമഡി വർക്കൗട്ട് ആണ്. അല്ലെങ്കിൽ യു കനോട്ട് ഡു ഇറ്റ് ഇൻ മ്യൂസിക്കോ ബിൽഡപ്പോ ഒന്നും ഉണ്ടാവില്ല. ദർ ഇസ് നോ ഡ്രാമ. ഓഡിയൻസ് ഇറ്റ് ഹാസ് ടു വർക്ക്. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇറ്റ് ഹാസ് ടു വർക്ക്. വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ പടം കണ്ടപ്പോൾ അത് ഭയങ്കര കോമഡി ആയി പോകും. ഓഡിയൻസ് സോ അത് വന്നിട്ട് ഭയങ്കര ഒരു റിസ്കിലുള്ള ഒരു കാര്യമാണ്. അത് കറക്റ്റായ മീറ്ററിൽ ചെയ്തിട്ടില്ലെങ്കിൽ കോമഡി ആഫ്റ്റർ ദാറ്റ്. ഇപ്പം വെട്രിയിൽ നിന്ന് ഇതേപോലെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കുമല്ലോ. ഇപ്പൊ വെട്രിയുടെ ഒരു ക്യാരക്ടറിന് ആര്യ എപ്പോഴും ഇപ്പൊ പറയാൻ പറ്റുമെങ്കിൽ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും വെട്രി എന്നുള്ള ഒരു ക്യാരക്ടറിൽ? വാട്ട് ഐ ലൈക്ക് വെട്രി ഈസ് ദ വേ ഹീസ് റിട്ടൺ. ഒരു അൺഅസ്യൂമിങ് ഗൈ ബട്ട് ഹീസ് ഗോട്ട് എ പാസ്റ്റ്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഹീസ് written it so well. So audience he'll travel with that character. So that is what even അടുത്ത എന്ത് ചെയ്യും
ഇവൻ ഒരു കാര്യം ചെയ്താൽ എന്ത് എഫക്ട് എത്ര ദൂരം അവനക്ക് പോകാൻ പറ്റുന്നില്ല, ആ കാൽക്കുലേഷൻ എവറിഥിങ് ഈസ് ബിൽഡ് ഇൻ ദാറ്റ് ക്യാരക്ടർ. സോ ഫോർ ഓഡിയൻസ് ടു ഗോ വിത്ത് ദാറ്റ് ക്യാരക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ആ ക്യാരക്ടറൂടെ ട്രാവൽ ചെയ്യുമ്പം യു വിൽ നോ ഹിസ് പെയിൻ, ഹിസ് ഹാപ്പിനെസ്, എവറിഥിങ് ഈസ് ദാറ്റ് ഇൻ ദാറ്റ് ക്യാരക്ടർ. സോ ദാറ്റ്സ് സംതിങ് very especially the interval block you really love it. I really personally like it. So it's very first half in ഒരു transformation, the second half is character transform. It's nice when you travel with that character, you'll understand. ഇപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയും അബ്രാം ഖുറേഷിനെ നമ്മൾ കുറേ കൂടെ എമ്പുരാനിലാണ് കണ്ടത്. ബട്ട് സ്റ്റിൽ ആളുകൾക്ക് കുറേ കൂടെ ഇഷ്ടവും ആളുകൾക്ക് പെട്ടെന്ന് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കാണ്. പക്ഷെ നോക്കുന്ന സമയത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിക്കും അബ്രാം ഖുറേഷിക്കും കറക്റ്റ് എന്താ പറയുക ഒരു എലവേഷൻ പോയിന്റ്സും എല്ലാം ഉണ്ട്. അപ്പം ഒരു റൈറ്റർ എന്നുള്ള രീതിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളിനെ ആയിരിക്കും ആളുകളുടെ മനസ്സിൽ കുറേ കൂടെ ലൈക്ക് എന്താ പറയുക സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ തട്ട് കുറച്ച് താണു തന്നെ ഇരിക്കും, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നാച്ചുറലി ഒരു നേറ്റിവിറ്റി ഉള്ള ഒരു ക്യാരക്ടർ അല്ലേ ലാലേട്ടൻ. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന്റെ ആളുകളുടെ അക്സെപ്റ്റബിലിറ്റി വളരെ കൂടും, അതറിയാം. പക്ഷെ ട്രിലജിയിൽ നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു സ്പേസ് വേറെ ചില ആസ്പെക്ട്സിനും കൂടെ പോകും. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, അതിനു മുമ്പും അതിന് ശേഷവും ഇതിന്റെ ഒരു മിഡ് പീസാണ് എമ്പുരാൻ. അപ്പോൾ അതിന്റെ ഇനിയുള്ള തേർഡ് പാർട്ടിൽ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നൊരു സംഭവം വരുന്നുള്ളത്. ഞാൻ വേൾഡ് കപ്പിന്റെ ഒരു ടൈം ആയതുകൊണ്ടാണ് ഫേവറേറ്റ് ടീം അല്ലെങ്കിൽ മാച്ചസ് ഒക്കെ കണ്ടു തുടങ്ങി. പുലർച്ചയ്ക്കാണല്ലോ നടക്കുന്നത്. അതിന്റെ ഒരു ഇങ്ങനെ ഫേവറേറ്റ് ടീം ഞാൻ ഫുള്ള് കാണാറില്ല, പക്ഷെ ഇഷ്ടമുണ്ട്. പോർച്ചുഗൽ ഇഷ്ടമുള്ള ടീമാണ്. എനിക്കും അതെ. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ എന്തായാലും ഒരു ലാസ്റ്റ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് ഒരു പോർച്ചുഗൽ ജയിക്കണം എന്നുള്ള ഒരു വലിയ they have a good team also. So it's one of the favorites for World Cup. My favorite also. Okay. ഞാൻ അർജന്റീന ഫാനാണ് പണ്ടേ. 1986 ആദ്യത്തെ ടെലികാസ്റ്റ് കണ്ടു. ബട്ട് അഗൈൻ അർജന്റീന കപ്പ് വിന്നറാണ്. ഇത്തവണ ഒരു ലെജൻഡ് എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കപ്പ് എടുക്കണം എന്നൊരു സച്ചിൻ തെണ്ടുൽക്കർ. ഈ അർജന്റീന ഫാൻസ് പറയുന്നതാണ്, ഞാൻ മറ്റേ അർജന്റീന 2022 വേൾഡ് കപ്പ് ഭയങ്കര ടെൻഷനിലാണ്. ഫസ്റ്റ് മാച്ച് തൊട്ട് കണ്ടത് സൗദി അറേബ്യ പൊട്ടി സങ്കടമായി എന്നെ അങ്ങനെ പോയത്. ലാസ്റ്റ് ചിലപ്പോൾ അർജന്റീന ഫാൻസ് ഭയങ്കര കൂളായിട്ടാണ് ഈ വേൾഡ് കപ്പ് കാണുന്നത്. അർജന്റീന പ്ലേഫുൾനെസ് ആണല്ലോ, അവരുടെ സീരിയസ്നെസ്സിനെക്കാളും. ഇല്ല, ലാസ്റ്റ് കപ്പ് ജയിച്ചതല്ല, അതുകൊണ്ട് ഈ കൊല്ലം ഈ പ്രാവശ്യം റിലാക്സ്. ഹീസ് ഓൾസോ ബിഗ് ലെജൻഡ്. ക്രിസ്ത്യാനോ റൊണാൾഡോ മൊത്തത്തിൽ അനന്തൻകാട് ടീം പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ കപ്പെടുത്തുന്നത്. ഓക്കെ, ഈ അനന്തൻകാട് അല്ലാതെ നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്ക് പുതിയ പ്രോജക്ട്സ് അല്ലെങ്കിൽ വർക്കിലുള്ള സംഭവങ്ങളൊക്കെ എന്താണ്? അല്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോജക്റ്റ് റിലീസ് കഴിഞ്ഞിട്ട് ഇതിലാണ് 2 വർഷമായിട്ട്. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോജക്റ്റിനെ പറ്റി കുറച്ച് നാളായില്ലേ? അതെ, ഓൾമോസ്റ്റ് 2 years ആയി ഇതിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ. ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിനും കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ VFX-നൊക്കെ കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 8-10 months ആയി. അപ്പോൾ അത്രയും സമയമുണ്ട് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ടൈം എടുത്തിട്ടുണ്ട്. അല്ല, ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ഡീറ്റെയിൽ പോലെ തന്നെ ഇത് ഡയറക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ടഫായിട്ടുള്ളൊരു സിനിമയാണ്. കാരണം അത്രയ്ക്ക് വലിയൊരു സ്കോപ്പുള്ളൊരു സിനിമയാണ്. ഡ്രമാറ്റിക്കലി മൗണ്ടിങ്ങും ഒക്കെ നിറയെ അങ്ങനെയുള്ള വലിയ വലിയ സീക്വൻസുകളും ഷൂട്ട് ചെയ്യാൻ കുറേ ചലഞ്ചസ് ഒക്കെ ഉള്ള ഒരുപാട് ടെറൈൻസ് ഒക്കെ ഉള്ളതാണ്. ഒരുപാട് ലൊക്കേഷൻസ് അസോസിയേഷനോട് സംസാരിച്ചു. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തു. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തത്. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന്റെ എല്ലാ പരിപാടിയുണ്ട്. ആര്യയുടെ ന്യൂ പ്രോജക്ട്സ് ഒക്കെ ഇപ്പൊ രാജാറാണി പോലെ ഒരു ലവ് ഫിലിം ചെയ്തിട്ട് കുറെ കാലമായി. സോ ഒരു ലവ് ഫിലിം ഒന്ന് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി ദ നെക്സ്റ്റ് പ്രോജക്ട്. പിന്നെ വേ ടു ഹോം എന്ന് പറഞ്ഞിട്ട് സാർപ്പെട്ട ഡയറക്ടർ രഞ്ജിത്ത് സർ, അത് ഒരു പ്രോജക്ട്. പിന്നെ സാർപ്പെട്ട 2 പ്രീ പ്രൊഡക്ഷൻ നടന്നു. നെക്സ്റ്റ് അതാ ഷൂട്ടിംഗ്. എന്തൊക്കെയാണ് ഇനി അനന്തൻകാട്, അത് കഴിഞ്ഞിട്ട് വരവ് വരുന്നുണ്ട്. വരവ് ജൂലൈയിലാണ് റിലീസ് എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ആക്ടേഴ്സ് ഔട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി അഭിനയിക്കാനുള്ള ഫിലിംസ് ആണ്. ഓക്കെ
ഒരുപാട് പടങ്ങള് ആ അത് പറയാൻ പറ്റുന്നതുണ്ടോ? ഇല്ല, ഇപ്പൊ അത് പറയുന്നില്ല ഞാൻ. ഓക്കെ ഓക്കെ. അപ്പോൾ അനന്തൻകാട് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുവാണ്. എന്തൊക്കെയാണ് ഈ പടത്തിൽ കാണിക്കാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്, ഇത്രയും വലിയ ആൾക്കാരും കാസ്റ്റും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത്. അപ്പം ഞങ്ങളെയൊക്കെ ഭയങ്കര രസം നൽകുന്ന, ആസ്വാദനം നൽകുന്ന ഒരു പടമായി തിയേറ്റർ തരട്ടെ. എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്തൊരു സിനിമയാണ്. യെസ് യെസ്, അപ്പൊ അത് തിയേറ്ററിൽ അത് തന്നെ ഞങ്ങൾക്ക് ആക്ച്വലി പോസ്റ്ററിന് മനസ്സിലായിട്ടുണ്ട്. അതെ, എല്ലാവരും തിയേറ്ററിൽ കാണണമെന്നുള്ളതാണ്. ലൈക്ക് ആ ഒരു ലാർജർ ക്യാൻവാസ് കാണുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് വിചാരിക്കുന്ന കാര്യമാണല്ലോ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്.